ശിർക്കല്ല അറിഞ്ഞാ പോരെ? ആർക്കെങ്കിലും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലറാന്ന് ഞമ്മക്കെങ്ങനെ തിരിയാ? നമുക്ക് തിരിയണമെന്നില്ലല്ലോ. തിരിഞ്ഞോല് ചെയ്തത് ശിർക്കല്ല അറിഞ്ഞാ പോരെ? ആർക്കെങ്കിലും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലറാന്ന് ഞമ്മക്കെങ്ങനെ തിരിയാ? നമുക്ക് തിരിയണമെന്നില്ലല്ലോ. തിരിഞ്ഞോല് ചെയ്തത് ശിർക്കല്ല അറിഞ്ഞാ പോരെ? ആർക്കെങ്കിലും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാളിറുണ്ട്, ഗായിബുണ്ട്. ഹാളിറിന്റെ ഹുക്കുമെന്നെ ഗായിബിന് നിങ്ങൾ ഫത്വയിൽ വായിച്ചില്ലേ? അപ്പൊ രണ്ട് വിഭാഗം ഉണ്ട് എന്ന് വന്നില്ലേ? രണ്ട് വിഭാഗം ഉണ്ടെന്ന് വന്നില്ലേ? അതിപ്പോ തർക്കിക്കണോ? ഹാളിർ എന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഉള്ള ജിന്ന്, ആയിമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത അമേരിക്കയിലെ ജിന്ന്. മനസ്സിലായോ? ഏതുപോലെ മനുഷ്യന്റെ കൂട്ടത്തിലുണ്ട് ഹാളിറായ മനുഷ്യൻ, ആയിവായ മനുഷ്യൻ. ഈ രൂപത്തിൽ ഇവിടെ ഹാളിറുണ്ടെന്ന് സമ്മതിച്ചില്ലെന്ന് അത് പ്രത്യേകം സമ്മതിക്കേണ്ട കാര്യമുണ്ടോ? എന്ന് മാത്രമല്ല അദ്ദേഹം പറയാ നമുക്കെങ്ങനെ മനസ്സിലാവും? നമുക്ക് മനസ്സിലാവൂല. ഇനി ഏതെങ്കിലും ഒരാൾക്ക് മനസ്സിലായാലോ എന്നിട്ട് അയാൾ തേടിയാലോ അത് ശിർക്കല്ല. മനസ്സിലായോ? എന്ത് മനസ്സിലാക്കലാണ് ഈ മനസ്സിലാക്കൽ? ഒരു ജിന്ന് ഹാളിറുണ്ടെങ്കിൽ തന്നെ ഗായിബിന്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞതിന് ഇയാൾ നേരെ ഉൾട്ടയാക്കിയിട്ടെന്ന് പറയണത്. അപ്പോ സമ്മതിച്ചില്ലേ? ഹാളിറുണ്ടെന്ന് സമ്മതിച്ചില്ലേ? അപ്പൊ ഹാളിർ എങ്ങനെ മനസ്സിലാവും? നമുക്ക് മനസ്സിലാവൂല. നമുക്ക് മനസ്സിലായില്ലെങ്കിലോ ഏതെങ്കിലും ഒരാൾക്ക് മനസ്സിലായാൽ, അങ്ങനെ മനസ്സിലായാൽ തേടിയാൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ പോരേന്നാ. അപ്പോഴും സമ്മതിക്കൂല. എന്ത്? ജിന്നിനോട് തേടാൻ ശിർക്കാന്ന്, ഹാളിറിനോട് തേടിയ ശിർക്കല്ല ആണ്. മാന്യ സഹോദരങ്ങളെ, എന്താണ് ഇത്രയും ഈ രൂപത്തിൽ ഒരു മനുഷ്യൻ ആകുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തിനു വേണ്ടി എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാം, ഇത് മുജാഹിദുകളുടെ ആദർശമല്ല. ഇത് മുജാഹിദുകൾ പഠിപ്പിക്കുന്ന ആദർശമല്ല. ഇത് മുവഹിദുകളുടെ ആദർശമല്ല. അപ്പൊ സഹോദരങ്ങളെ, ഇത്ര കാലം ഇതേ വാക്ക് പറഞ്ഞ് ഇതേ രൂപത്തിൽ നാഗവത്തോട് ഫത്വ കൊടുത്ത് അഭൗതികതയില്ല, അതിൽ പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞ ആള് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ നിറം മാറിയത്? മടവൂരികളുടെ 2 പള്ളിയിൽ പോയി, മടവൂരി പള്ളി പോയി ഖുത്ബി നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മടവൂരികളോട് യാതൊരു പ്രശ്നമില്ല, വളരെ ബായിയാണ്. ഞാനെന്താ നിങ്ങള് ഒരേ ആദർശമല്ലേ? മൂപ്പർക്കല്ലേ ഓരല്ലേ ഇപ്പൊ ഇയാൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തേ? ഇയാളെ ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ അലിമല്ലാക്കാണ്, അല്ലാതെ കേരള ജമിയത്തുൽ ഉലമ യഥാർത്ഥ പണ്ഡിത സംഘടനയല്ല. ഇയാൾക്കിത് പഠിപ്പിച്ചു കൊടുത്തത് അലിമല്ല എന്ന അമ്പലക്കട വന്ന ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരും ഓരനാണ് ഇപ്പൊ ഏറ്റുപാടുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇതിനേക്കാൾ ലാഘവത്തോട് തിരുവനന്തപുരത്ത് 10 കൊടുത്ത ആളാണ് ഇപ്പോ സക്കരിയ സലാഹിനോട് പറഞ്ഞത്. ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ശിർക്കല്ല, എന്നാലും ശിർക്കാൻ സമ്മതിക്കൂല. നിങ്ങൾ സമ്മതിച്ചോ? അവിടെ ഇബ്നു ബാസിന്റെ ഫത്വ വായിച്ച് നിങ്ങൾ ഇവരെ ഇബാദല്ലാഹിനോട് എന്നത് ശിർക്കാക്കാൻ വേണ്ടി കോട്ടി മാറ്റിയപ്പോൾ സക്കരിയ സലാഹി പറഞ്ഞതാണത്. അതിനെ നിങ്ങൾ മുറിച്ചിട്ട് പ്രസന്റ് ഇല്ല ഹാദറുള്ള ജിന്നിനോട് ചോദിക്കാം. നിങ്ങൾ സൂപ്പറായിട്ട് ഹാദറുള്ള ജിന്നിനോടും മലക്കിനോടും മനുഷ്യരോട് ചോദിച്ചാൽ അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മലക്കും ജിന്നുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 29 ഇട്ട് കൊടുക്കും, 28 കൊണ്ട കൃത്യമായി നിങ്ങളത് കേട്ടോളൂ. ഇയാളെ കപടം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ? ആ വാദം കോട്ടിമാറ്റാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്ന? ഇതെന്നല്ലേ സഹോദരങ്ങളെ സഹായം പറഞ്ഞത്? പുഴക്കരയില് എന്നെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു ജിന്നുണ്ടെന്ന് ഒരാൾ സാന്നിധ്യം അർപ്പിക്കുകയാണ്. എന്നിട്ട് ആ ജിന്നിനോട് ഞാൻ ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ഇയാളിപ്പോ ശിർക്കാരോടായിട്ട്. ഇപ്പൊ ഇയാൾ എന്താ പറഞ്ഞു? മരുഭൂമിയില് ഒരാൾ ഉറക്കം വിളിച്ചു പറയാണ് എന്നെ സഹായിക്കണേ. അപ്പൊ ശബ്ദം കേൾക്കുന്ന ജിന്നില്ലെങ്കിൽ ജിന്ന് സഹായിച്ചോട്ടെ, മലക്കില്ലെങ്കിൽ മലക്ക് സഹായിച്ചോട്ടെ. അതിൽ അഭൗതികതയില്ല, കാര്യകാലബന്ധത്തിന് അതീതമല്ല, അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കുമല്ല. ഇതിനപ്പുറത്ത് എന്താ സലാഹ് പറഞ്ഞത്? ഓന്തി എന്ന് പറഞ്ഞ അള്ളാഹു സൃഷ്ടിച്ചൊരു ജീവിയുണ്ട്. അതിനല്ലാതെ കഴിഞ്ഞൊരു സിഫത്ത് എന്താ വെച്ചാല് അത് മരത്തുമ്മലെത്തിയ മരത്തിന്റെ കളറ്, മതിലിലെത്തിയ മതിലിന്റെ കളറ്, ഏതെങ്കിലൊക്കെ പുൽമേടയിലെത്തിയ അതിന്റെ കളറ്. അങ്ങനെ നിറം മാറാൻ ആ സൃഷ്ടിക്ക് അള്ളാഹു താര കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന് ഓന്തിനേക്കാൾ വിദഗ്ധമായി നിറം മാറാൻ കഴിയുമെന്നത് അനസ് മുസ്ലിയാരിലൂടെയാണ് കേരളത്തിന് ബോധ്യമായത്. വല്ലാത്തൊരു നിറം മാറ്റം തന്നെ ഇത്. അല്ലേ? എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരോപിക്കുന്നത് കഴിഞ്ഞിട്ടില്ല. കിണ്ടൽ തെളിവുകളാണ് വരാൻ പോകുന്നത്. ഇനി ആറ്റിങ്ങൽ മുഖാമുഖത്തില്
ഷൗക്കാനിന്റെ ഇബാറത്ത് ഒരു സഖാബ് ചോദിച്ചപ്പോൾ അതിന് ഇയാൾ കൊടുത്ത മറുപടി എന്താരോ, ശബ്ദ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ മലക്കിനെ കണ്ടിട്ടില്ലെങ്കിലും മലക്കിനോട് ചോദിച്ചാൽ ശിർക്കല്ല. കേട്ടോളി. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ആ അകപ്പെട്ടു പോയ ഘട്ടത്തില് മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു. അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അവ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. സഹോദരങ്ങളെ, ഇയാള് വളച്ചൊടിച്ച് ഹാജറ റളിയല്ലാഹുവിന്റെ സംഭവത്തിൽ നാം ബുഖാരി റിപ്പോർട്ട് ചെയ്തെടുത്ത് ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ അല്ലേ, രൂപമൊന്നും പറയുന്നു, ശബ്ദ സാന്നിധ്യം വെച്ചിട്ടാണ് ഹദീസ് എന്താണ് എന്തൊക്കെ ഖൈർ ഹാജറ അല്ലാഹു ചോദിച്ചത്. ഇപ്പൊ അത് ഇയാൾ നിറം മാറിയപ്പോൾ അതിനനുസരിച്ച് ഹദീസിലെയും മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ബുഖാരിയുടെ റിപ്പോർട്ട് ആദ്യം വായിക്കും. എന്നിട്ട് മൂപ്പർ പറയുകയാണെന്ത്, നിങ്ങൾക്ക് ഹദീസ് തമ്മിൽ ജമ്മ് ചെയ്യാൻ അറിയില്ലേ, സക്കരിയ സലാഹി വെച്ചിട്ട് വേറൊരു ഹദീസ് വായിക്കും. പിന്നുള്ളതൊന്നും ഹദീസ് എവിടുന്നാന്ന് പറയുന്നില്ല, നമ്പറും പറയുന്നില്ല, റാവിയും പറയുന്നില്ല. ഒരു അറബിക്കഥ മുസ്ലിയാക്കന്മാർ തട്ടിവിടുന്ന പോലെ മൂപ്പർ തട്ടിവിടുക. മൂപ്പർ തട്ടിവിടുന്നത് ഹദീസ് അല്ല എന്ന വാദം നമുക്കുണ്ട്. പക്ഷേ കള്ളത്തരത്തിലുള്ള പ്രവർത്തനം നടത്തരുത്. വായിക്കുമ്പോൾ മുഴുവൻ വായിക്കി. ഹാജറ റളിയല്ലാഹു എന്ന ദൂരസ്ഥലത്ത് ശബ്ദം കേട്ടു. എന്നിട്ട് നോക്കിയപ്പോൾ ഒരു മനുഷ്യനതാ വരുന്നു. മനുഷ്യൻ, സുമുഖനായ മനുഷ്യൻ. അങ്ങനെ മനുഷ്യൻ വന്നു നിന്നു. മനുഷ്യൻ വന്നു ചോദിച്ചാൽ ശിർക്കാണോ, വസീലത്ത് ശിർക്കാണോ, ഹറാമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മുപ്പർ ഇങ്ങനെ നടന്നാരോ. ബുഖാരിയിൽ പറഞ്ഞ നസ്സിന് യഥാർത്ഥത്തിൽ എതിരാകും അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിലെന്ന വാദം എനിക്കില്ല. പക്ഷേ സഹോദരങ്ങൾ, അങ്ങനെ ഹദീസ് ഉണ്ടെങ്കിൽ അത് സ്വഹിയാണെങ്കിൽ വായിക്കിങ്ങട്ട്. മൗലവിമാരെ ഇതിലുണ്ട് എന്ന് പറയാ, മറിച്ചേക്കുക, എന്നൊരു പേര് പറയാതെ എന്തെങ്കിലും അറബി വായിക്കുക, അതുപോരാ. അതൊരു അറബിക്കഥകൾ വായിക്കാൻ നിങ്ങൾ പറയില്ല. പക്ഷേ തെളിവുണ്ടെങ്കിൽ ആർജവത്തോടുകൂടി നമ്പർ ഇട്ട് റിവായത്ത് ഉദ്ധരിക്കും. അപ്പൊ ഇൻഷാ നമുക്ക് പരിശോധിക്കാം. മുസ്ലിയാക്കന്മാരുടെ തന്ത്രം അവിടെ ഇവിടെ നിങ്ങൾ പയറ്റല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഹാജറ എന്ന സംഭവം ഇപ്പോൾ മനുഷ്യരൂപമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ പ്രമാണത്തെയും തേച്ച് മിനുക്കി പുതുക്കാനുള്ള പണിയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ ഒരു ശിർക്ക് ആരോപിച്ച് നടന്നു. ഇതുവരെ ശിർക്കില്ല, അബോധതയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ശിർക്ക് 32. അതിൽ ഹനീഫ് കായക്ക് ഒരു ജാമ്യത വെച്ച് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടോളൂ. ഇസ്ലാഹി ലേഖനത്തിൽ ജബ്ബാർ വലി പറഞ്ഞത് തേടാൻ തന്നെയാണ്, അഥവാ ശിർക്കാണ്, പ്രാർത്ഥിക്കാൻ തന്നെയാണ്. സക്കരിയ സലാഹിന്റെ പേരിൽ ജബ്ബാർ വലി പേരിൽ ശിർക്ക് ആരോപിക്കുകയാണ്. ഒന്ന് കേട്ടോളൂ. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദമുണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ഷൗക്കാനി എന്താ പറഞ്ഞത്? അനുവദനീയാണ്. ഇപ്പൊ നമ്മളെ പറ്റിയുള്ള വലിയ പരാതി, ഷൗക്കാനി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ, ഇമാം നവവി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ. ചിലരൊക്കെ പറയണത് കേട്ടാൽ വ്യക്തികളോടുള്ള വിരോധവും അന്ധമായ പക്ഷപാതിത്വവും എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. വേശ്യയുടെ ചാരിത്ര പ്രസംഗി അല്ലേ, വ്യക്തിവിരോധം മണ്ടയിൽ കയറി വൈരാഗ്യബോധത്തിന്റെ മൂർത്തിഭാവമാണ് ആകാറുള്ളത്. പച്ചക്ക് ശിർക്ക് ആരംഭിച്ച് കേരളത്തില് തന്റെ സുഹൃത്തായി കിടന്ന സക്കരിയ സലാഹിക്ക് നേരെ ഒരു തെളിവില്ലാതെ എന്നിട്ട് പറയുകയാണെന്ത്, ജബ്ബാർ മൗലവി തൗഹീദ് വിമർശനಕ್ಕೆ മറുപടി എന്ന പുസ്തകത്തിൽ അത് അനുവദനീയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തച്ചാണ് ഷൗക്കാനിയുടെ ഭാഗത്ത് ധരിച്ച അതേ ജബ്ബാർ മൗലവി തന്നെ എല്ലാ പണ്ഡിതന്മാരുടെ വിശദീകരണം പറഞ്ഞിട്ട് ഇത് അനുവദനീയമല്ല എന്നാണ് യഥാർത്ഥത്തിൽ. കാരണം ദുർബലമായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതും കൂടി അത് മൂടിവെച്ചു. വ്യക്തിവിദ്വേഷം വാക്കിൽ തന്നെ ബോധ്യമാണ്. ഈ സഹോദരങ്ങളെ, അങ്ങനെ ഈ പറഞ്ഞ ആള് കേരളത്തിൽ തുടങ്ങിയാക്കി. പക്ഷേ മുജാഹിദികളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം വിട്ടുവരെ കേട്ടുകെട്ട് അവസാനം തിരുവനന്തപുരത്ത് ശംസുദ്ദീനിലെ നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാര് കൃത്യമായി സലഫിയത്തെ പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയെടുത്ത
വളരെ പാവങ്ങളായി എന്നാൽ ആദർശത്തിന് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് കളിച്ച തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെ മുമ്പിൽ ഇവർ വന്നു. അനസും കായക്കൊടിയും വീർത്തൊലിച്ചു. അവസാനം ഇതുപോലെയുള്ള ഇബാറത്തുകളും ഉദ്ധരണികളും ക്ലിപ്പുകളും കേൾപ്പിച്ചു. അവസാനം ഗതികെട്ട് ഹനീഫ കായക്കൊടി ജാമ്യയിൽ വെച്ച് ശിർക്ക് ആരോപിച്ചത് തിരുത്തി കുമ്പസരിച്ച് ജബ്ബാർ മൊലിക്കോ സക്കരിയ സലാഹിക്കോ ജിന്നിനോട് സഹായം തേടാമെന്ന വാദമില്ല എന്ന് വ്യക്തമായി പറയുന്നത് കേട്ടോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് ജിൻ അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. ഉണ്ടോ? അതെന്താ പറഞ്ഞത്? സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമേ ഇല്ല. ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ തേടാമെന്ന് വാദമേ ഇല്ല. അത് സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുന്നു അല്ലേ? പിന്നെയോ മുന്നിലുള്ള ഒരു ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടൊരു കാര്യം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന വാദം മുമ്പർക്കുണ്ട്. അനുവദിക്കാനുള്ള വാദം മുമ്പർക്കുണ്ടോ? ഇല്ല. ആ വാദം ആർക്കൊക്കെ ഉണ്ട്? കൃത്യമായി സഹോദരങ്ങളെ ഈ പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞതിലുണ്ട് അല്ലേ? അനസ് മുസ്ലിയാർ, അബ്ദുറഹ്മാൻ സലഫി, അതുപോലെ തന്നെ ചെറിയ മുണ്ടം, കെ സക്കരിയ സലാഹി മണ്ണാർക്കാട് വെച്ച് സലഫി ഷാർജയില് മുഖാമുഖം നടത്തിയപ്പോൾ ഈ വിഷയം ചോദിച്ചപ്പോൾ അവിടൊക്കെ യഥാർത്ഥത്തില് തർക്കത്തിരിക്കുന്ന ഇസ്തിഹാസ് അതിലൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും പ്രാർത്ഥനയല്ല എന്ന വാദം അവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് സലാഹിയെ മാത്രം വേറിട്ട് പറയേണ്ട ആവശ്യം എന്താ? അപ്പൊ ഇതാണ് ഇവിടെ സത്യത്തില് നടക്കുന്നത്. പിന്നെ എനിക്ക് വ്യക്തമായി ഈ ശിർക്കാരോപണത്തിന് വിധേയമായ സക്കരിയ സലാഹി കാര്യങ്ങൾ കൃത്യമായി ഇവിടെ പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്. അബ്ദുറഹ്മാൻ സലഫി ഇപ്പോൾ പുതിയതായി മുജാഹിദുകൾക്കിടയിൽ ഈ അദ്ദേഹത്തിന്റെ അധികാരവും അദ്ദേഹത്തിന്റെ ടീമും ഈ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് വരണമെന്ന് ഉദ്ദേശിച്ച് മടമൂരികളെ പോലെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കോക്കസ് പ്രവർത്തനം യൂണിറ്റ് മുതൽ സംസ്ഥാനം വരെ നടത്തി തന്റേതായ ആളുകളെ വെച്ച് പരമാവധി ശിർക്കാരോപണമായി നടക്കാൻ ആ ആരോപണം. എന്നാൽ ഇതേ ആരോപണം പറഞ്ഞ ആള് ഇതിനേക്കാൾ സൂപ്പറായി ഇത് അംഗീകരിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സക്കരിയ സലാഹിയുടെ ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് സുഹൃത്തുക്കളെ ഇപ്പൊ ഞമ്മക്കാ കുറ്റം, ഹദീസും പിടിച്ച് നടക്കാണ്, ഹദീസിന്റെ വ്യാഖ്യാനം ഒന്ന് കേൾപ്പിച്ചു. ജാമ്യയിൽ വരാം രാത്രി 12:30 മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തറ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. നമ്മളെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ആളാ. ഇവിടെ വന്നിട്ട് എന്തോരം നല്ലൊട്ടിയേക്കും കാസർഗോഡ് വന്നിട്ട് പല കോലുണ്ട്. രാത്രി 12:00 മുജാഹിദുകളെ മുശ്രിക്കാക്കാൻ വേണ്ടി കൂടിയ മീറ്റിംഗിൽ മുജാഹിദുകളുടെ സദഖയും സകാത്തും കൊണ്ട് നടക്കുന്ന ജാമിഅയുടെ പരിപാവനമായ ക്യാമ്പസിൽ അർദ്ധരാത്രി പാതിരാക്കുറുക്കൻ ഓരിയിടുന്ന നേരത്ത് നിന്ന് കൂവുകയാണ്. കണ്ടുവാടാ മുഹദ്ദിസ്, ആരാടാ പറഞ്ഞെന്ന്? ആരാ ഇന്നപ്പോ പറയുന്നത് മുഹദ്ദിസ്? ഞാൻ ഹദീസ് പണ്ഡിതൻ ഞാൻ പറഞ്ഞിട്ടില്ല. ആരും അങ്ങനെ പറയാനും പാടില്ല. ഞാൻ അത് പ്രോത്സാഹിപ്പിക്കാറുള്ള ആരെങ്കിലും പറഞ്ഞ് തിരിച്ചാറുണ്ട്. ഞാൻ ഹദീസ് പഠിക്കുന്ന ചെറിയൊരു വിദ്യാർത്ഥി മാത്രമാണ്. കൊണ്ടുപോടാ അങ്ങനെ സലാത്തുള്ളതിന് മുഹദ്ദിസായിട്ട് മടവിലും കൊണ്ടുവരുന്ന മാതിരി ആ പൈമക്ക് വെച്ചെത്താൻ വേണ്ടിയാണ് ഇന്നാക്കാനാക്കുന്നത്. നമുക്ക് തിരിയും. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഇന്നാരാ പഠിപ്പിച്ചെന്നറിയോ? അതിപ്പോ നിങ്ങൾക്ക് കാണാൻ പോവാണ്.
ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു. ആ ചോദ്യത്തിന് കേൾപ്പിച്ചു നോക്കുമോനെ. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റ് 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ശിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ അതിന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാമിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോ അബ്ദുറഹ്മാൻ തിരുവനന്തപുരത്തും നമ്മുടെ പ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്. ഇവിടെ വരാമെന്ന് പറഞ്ഞ ധൈര്യം കാണിക്കാത്ത ചില ആളുകളുണ്ട്. അവരെക്കൊണ്ട് ചോദ്യം ചോദിക്കാണ്. വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹുവിന്റെ അടിമകളെ, യാ ഇബാദല്ലാഹ്, ജിന്നാകട്ടെ മലക്കാകട്ടെ എന്നെ സഹായിക്കൂ അഈനൂനി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടെന്നും ഇസ്ലാഹി മാസികകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന് ശിർക്കുണ്ടോ? അത് പ്രാർത്ഥിച്ചാൽ എന്നാ പറഞ്ഞത്. പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥന ചോദ്യകർത്താവ് വിവരമില്ലല്ലോ, അയാൾ ചോദിക്കാം. അപ്പൊ ഇനി ശിർക്കുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ ഈ കള്ള ഹദീസ് ആരാണ് എന്നെ പഠിപ്പിച്ച മുഹദ്ദിസ് നിങ്ങൾ കണ്ടില്ലല്ലോ? കണ്ടോളി, ആ മുഹദ്ദിസ് ഇപ്പൊ വരും. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നെ പഠിപ്പിക്കുക എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിറാഹ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് നല്ലോണം കേൾക്കണം. പ്രാർത്ഥനയല്ല, പ്രാർത്ഥിച്ച ശിർക്കാണ് ചോദ്യം. പ്രാർത്ഥനയല്ല. പ്രാർത്ഥന അല്ലാത്തോട് നടത്തിയാൽ മരിച്ചവരാകട്ടെ, ജീവിച്ചവരാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, ആരോട് നടത്തിയാലും ദുആ ആണെങ്കിൽ എന്താണ്? ശിർക്കാണ്. എന്നാൽ യാ ഇബാദല്ലാഹ് എന്നൊരു ദുആ ആയിട്ട് റസൂൽ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുന്നു വിചാരിക്കാൻ പറ്റില്ല, അത് പ്രാർത്ഥനയല്ല. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് എന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മഞ്ചേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അതൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല.
ഈ ഹദീസിന് ന്യൂനതയുണ്ട്. കള്ള ഹദീസെന്ന് പറഞ്ഞോ, കള്ള ഹദീസെന്ന റസൂലുള്ളാഹിനെ പോലെ കെട്ടിണ്ടാക്കിയ ഹദീസ. അപ്പൊ ഇയാൾ പറയുന്നത് കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് എന്നാ ന്യൂനത പറഞ്ഞിട്ടുണ്ട്. ഇനി സനത് നോക്കാതെ തന്നെ പറയാം, സനത് സഹിയായിട്ട് ലൈഫാകട്ടെ, അത് നോക്കാതെ തന്നെ പറയാം. എന്താണ്? ഒരു പ്രാർത്ഥനയും അതിലില്ല. മഞ്ചേരിയോ പറയണ മാതിരിയുള്ളൂ, മഞ്ചേരിയോ ഓടി വരൂ. അവർക്കത് അറിയായിട്ടല്ല, അപ്പൊ അവരൻ മലപ്പുറത്തേരനല്ല. ഓടി വരണേന്ന് പറയുന്ന അതേ ഉള്ളൂ. മനുഷ്യന്മാരെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ പറയില്ലേ? അതുപോലത്തെ ഉള്ളൂ. സനത് നോക്കാതെ തന്നെ പറയാം, ഒരു അപാകത അതിലില്ല, ഒരു വിളിച്ചു പ്രാർത്ഥന അതിലില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, സലഫി ലോകം പണ്ട് മുതൽക്കേ പറഞ്ഞു പോകുന്നത്. ഇനി കേട്ടോളൂ. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നയിടത്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിനെന്തില്ല, യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. അവരോടുള്ള പ്രാർത്ഥന അല്ല. ഇപ്പൊ പറയണതോ അത് പ്രാർത്ഥന ആണ് അല്ല എന്ന് പറഞ്ഞാൽ പുറത്താക്കും. അപ്പൊ ഞാൻ ഒപ്പിട്ടില്ല എന്ന വിഷയത ഇതിന് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. ഇതുവരെ അല്ല എന്ന് പറഞ്ഞത് ഇപ്പൊ ആണ് എന്ന് പറയണം. അങ്ങനെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ പുറത്താവും. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവർ മാത്രമാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്, അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കേ എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. ഇപ്പോൾ അതിൽ ശിർക്ക് വരുന്നുണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ പുറത്താക്കും. അതാണ് ഞാൻ ഒപ്പിടാത്തത്. എന്താ പിന്നെ ക്രിയാശലായിക്ക് ശിർക്കാണെന്ന് പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തോളൂ. ശിർക്കന്നെ അല്ലേ ഇപ്പൊ ശിർക്കില്ല പ്രാർത്ഥന ഇല്ല എത്രവട്ടം പറഞ്ഞു. അന്ന് മുതൽ ഒപ്പിട്ട് പറഞ്ഞോ. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ കൂട്ടരെ ശിർക്കല്ലാത്തൊരു സഹായം ചോദിക്കലുണ്ട്. അതാ അവിടെ ശിർക്കല്ല എന്ന് പറഞ്ഞത്. ശിർക്കായിനെ പറ്റിയല്ല. മുയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണ്. മുജാഹിദുകൾക്ക് തർക്കല്ല. അതേ സമയത്ത് അങ്ങനത്തെ അല്ലാത്തൊരു സഹായം ചോദിക്കലുണ്ട്. ആ ചോദിക്കലാണ് ഈ പറയുന്നത്. അതിന് ശിർക്ക് വരുന്നില്ല. മൂപ്പരെന്നെ പറഞ്ഞു ജിന്ന് പെടും, മലക്ക് പെടും, അങ്ങനെ റിപ്പോർട്ടുണ്ട്. ജിന്നാന്ന് മാത്രം പറഞ്ഞ റിപ്പോർട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ടിന് നമ്മളാരും കണ്ടിട്ടില്ല. ഒരു സുന്നത്തിന്റെ കിതാബിലൊന്നും കേട്ടോ. അപ്പൊ ജിന്നുള്ള റിപ്പോർട്ടുണ്ട്, മലക്കുന്നുള്ള റിപ്പോർട്ടുണ്ട്. പിന്നെ കാണാത്ത മനുഷ്യർ, അത് കുബൂരികൾക്ക് ഓർമ്മിച്ചു കൊടുക്കല. കാണാത്ത മനുഷ്യർക്ക് ഒരു പറയാം. ഇപ്പൊ വിജനം എന്ന് പറഞ്ഞാൽ ജനമില്ലാത്തത് എന്നാണ്. ഇപ്പൊ മൂപ്പർ അങ്ങനെ ജനമില്ലാത്തത്, പൊതുവെ ജനമില്ലാത്തതെന്ന് അർത്ഥം. കേവിപ്പോ കോഴിക്കോട് പറഞ്ഞു അള്ളാന്റെ റസൂല് ബദർ യുദ്ധത്തിന് പോയപ്പോ വിജനല്ലേ, മരുഭൂമിയല്ലേ, എന്നിട്ട് വിളിച്ചോ, ജിന്നിനെ വിളിച്ചോ. വിജനെ 313 ആളുണ്ടാകുമ്പോ വിജനാവും. എന്ത് പോയറ്റാ. അതിന് വരെ SLRCക്കാരുണ്ടല്ലോ. ഇവിടുത്തെ SLRCക്കാരെ പറ്റി അല്ലട്ടോ ഞാൻ പറഞ്ഞത്.
അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഈ ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചു അപ്പൊ നമ്മള് വിജനമായ മരുഭൂമി ചെന്ന അപ്പൊ വിളിക്കേണ്ടത് ജിന്നിനാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്, ഇപ്പൊ വരുത്തി തീർക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞത് എന്താ, ജിന്നാണ് മലക്കാണെന്നൊക്കെ റിപ്പോർട്ടുണ്ട്. അപ്പൊ അവരാരെങ്കിലും കേൾക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ അത് ശിർക്ക് വരുന്നില്ല, അത് പ്രാർത്ഥന വരുന്നില്ല, അതവരോടുള്ള പ്രാർത്ഥന അല്ല അല്ല എന്ന് ഞാൻ തീർന്നു പറയുന്നു. അതിപ്പോ മാറ്റിയിട്ട് ആണ് എന്ന് പറയണം, അല്ലെങ്കിൽ പുറത്താക്കും. അങ്ങനെ ആദർശം മാറ്റണം. ആർക്കവിടെ വ്യതിയാനുണ്ടായത്? എന്നിട്ടിപ്പോ അനസ് മുസ്ലിയാരെ ഇവരുള്ള നാവുകൊണ്ട് ന്യായീകരിച്ച് എന്താ പറഞ്ഞത്? നമ്മളിപ്പോ കടവത്ത് ചെന്നിട്ട്, കടത്തുണ്ടാവുമല്ലോ, പുഴക്കുള്ള കടത്ത്, 12 മണിയൊക്കെ ചെന്നിട്ട് കടത്തേന്നെ കിട്ടി എന്ന് വിളിക്കും. അപ്പൊ ഉദ്ദേശിക്കുന്ന ആരെ? ജിന്നിയാണ് തോണി കൊണ്ട് വരുത്തേനോ? അല്ല, മനുഷ്യരാണ്. അതുപോലെ തന്നെയാണ്. അപ്പൊ മനുഷ്യരെ ഉദ്ദേശിച്ച് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ശിർക്കാവില്ല. യായിബാദല്ലാഹ് ആടെ പറയാൻ ശിർക്കാനില്ല, മനുഷ്യർക്ക് ജിന്നോ മലക്കോ ഉദ്ദേശിച്ചാൽ ശിർക്കാവുന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് പണ്ടും അങ്ങനെ പറഞ്ഞു, ഇപ്പോഴും അങ്ങനെ പറയും. അല്ല, പണ്ട് നിങ്ങളത് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ മുഹദ്ദിത്തും അവിടെ മനുഷ്യർ മാത്രമാണ് ഉദ്ദേശം, ജിന്ന് മലക്ക് ഉദ്ദേശം. ഇപ്പൊ അബ്ദുറഹ്മാൻ സൽഫൻ എന്താ പറഞ്ഞത്? ജിന്നാന്ന് റിപ്പോർട്ടുണ്ട്, മലക്കാന്ന് റിപ്പോർട്ടുണ്ട്, ഈ വിഭാഗം മാത്രം പരിമിതപ്പെടുത്താൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇസ്ലാഹിൽ വന്നത് 8 മാസം കഴിഞ്ഞിട്ടും ഞാൻ തിരുത്തിയില്ല എന്ന് എന്റെ പേരിൽ കുറ്റപത്രം. ഇസ്ലാഹിനെ പറ്റി മോബിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാൽ അൽ ഇസ്ലാഹിലുണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആൾ തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അൽ ഇസ്ലാഹിൽ ശിർക്കില്ല, അന്ന് ഉണ്ടോ? 2009 ശിർക്കില്ല, ഇപ്പൊ ശിർക്കുണ്ടെന്ന് പറയുന്നത്. എന്നിട്ടോ 2007 തന്നെ ഞങ്ങൾക്ക് ബോധിക്കണം, ഞങ്ങൾ തിരുത്താൻ പോയിക്കുന്നത്. എന്നിട്ട് പിന്നെ ന്യായീകരിച്ചതോ? ഇസ്ലാഹില എഴുതിയത് ശിർക്കാണ്, ഞാൻ പോയിട്ട് അവരോട് തിരുത്താൻ പറഞ്ഞു, അയാൾ തയ്യാറായിട്ടില്ല, ഇനിയും തിരുത്തില്ലെങ്കിൽ അയാൾ പുറത്താക്കുന്നല്ല പറയണ്ടേ? എന്താ പറയുന്നത്? അദ്ദേഹം ഒന്ന് ജമിയത്തിന്റെ ഫത്വ ബോർഡ് മെമ്പറാണ്, ദഅവാ സമിതി മെമ്പറാണ്, ജാമിയ സലഫിയയിൽ അഫ്ളൽ ഉലമ കഴിഞ്ഞ കുട്ടികൾക്കുള്ള ദഅവാ കോഴ്സിൽ അധ്യാപകനാണ്. അന്നും എന്തേ ഒഴിവാക്കാൻ? അൽ ഇസ്ലാഹിൽ ശിർക്ക് ഉണ്ടായിരുന്നില്ല 2009. മനസ്സിലായിട്ടും പിന്നെ 2 കൊല്ലം ന്യായീകരിച്ചതാ. തെറ്റ് വന്നത് ലേഖകൻ തന്നെ തിരുത്തി, ലേഖകൻ തിരുത്തിയിട്ടില്ല, വേറെ പോലെ തിരുത്തിയത്. അതിനെ തിരുത്തല്ല എന്ന് ആര് പറഞ്ഞത്? പാക വൈരുദ്ധ്യം. ഇതാണ് പറഞ്ഞത്. ഇനി ഒന്നും കൂടി ക്ലിയർ ആകാൻ നമുക്ക് രാജരാജുവിന്റെ സംഭവം പറയാം. ഇനി ഒന്നുകൂടി ഞാൻ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക, അങ്ങോട്ടൊന്ന് ഓടി സഫന്റെ മുകളിൽ. അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ട് ഓടും, പിന്നെ ഇങ്ങോട്ട് ഓടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഹിസ് അഹിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്നെ ഇന്നെ സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ് എന്ന്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അത് ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ ആഹിസ്? അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? ആഹിസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാര് ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ ആഹിസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി, ഇരിക്കുവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുന്നു വരുന്ന ആളുകളുടെ വിശ്വാസം? അതിനും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ
ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, ഈ സഹായം തേടുന്ന അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. അത് ഇതിൽ വരുന്നില്ല, ഇതിൽ പ്രാർത്ഥന വരുന്നില്ല. ഹാജർ സംഭവം വരെ ഉദ്ധരിച്ചു. ഇപ്പൊ പറയുന്നെന്താ, കണ്ണ് കാണാത്തവരോട് സഹായം ചോദിച്ചൊക്കെ ശിർക്കാണ്. അവർ കണ്ണ് കാണാത്ത ആള് ഇന്നൊന്ന് സഹായിക്കുമെന്നാണ് അയാൾ ശരിക്കായി. കാരണം കണ്ണ് കാണില്ലല്ലോ. കണ്ണ് കാണാത്തവർ എന്ത് ചോദിച്ചാലും ശിർക്കാണ്. ഇപ്പോ നോക്കണങ്ങളെ എവിടെ എത്തി? ഇത് ശിർക്കല്ല, ഇതിൽ ശിർക്ക് വരുന്നില്ല, പ്രാർത്ഥന വരുന്നില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ മാറ്റിയിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. ശിർക്കാണ്. എന്താ അത്രമാ ചിലപ്പോൾ കൂടി തീരുമാനിച്ചെന്ന് ഇങ്ങനെ വോട്ടിനിട്ട് തീരുമാനിക്കണം ശിർക്കും തൗഹീദും. പിന്നെ എന്താ ജമാഅത്തോട് നമ്മൾ തമ്മിൽ വ്യത്യാസം? ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരുപാട് കാലം ശിർക്ക് 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 നടന്നു. വോട്ടുകൾ ശിർക്ക്, കോടതി പോലെ ശിർക്ക്, സ്ഥാനാർത്ഥിയാണ് ശിർക്ക്. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന് മൂട്ടകടി കൊണ്ടപ്പോ തിരുത്തി അല്ലേ? എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് തൗഹീദാകാൻ തുടങ്ങി. ശിർക്കല്ല ശിർക്കല്ല ശിർക്കല്ല. എന്തിനാണ് ഇവിടെ ശിർക്കായി ശിർക്കല്ലാന്നും ശിർക്കല്ലാത്ത ശിർക്കാണെന്നും പറഞ്ഞത്? അധികാരം കിട്ടാൻ വേണ്ടി. ഇയാളോ ഇതിന്റെയാണ് കേന്ദ്രം ഇലക്ഷൻ വന്നപ്പോ മാറ്റിയതാണ്. കേന്ദ്രം ഇലക്ഷൻ വന്നപ്പോ ഒരുപാട് ആളുകൾ ശിർക്കിലേക്ക് പോകുന്നുണ്ട്, അനുഷ്ഠാന തീവ്രതയിലേക്ക് പോകുന്നുണ്ട്, കാണിക്കാർ വരുന്നുണ്ട്, സൂക്ഷിച്ചോളി, ഇല്ലപ്പം നിന്നോളി എന്ന് പറയാൻ വേണ്ടി തിരുത്തിയതാ. അപ്പൊ തൗഹീദും ശിർക്കും പറഞ്ഞാൽ മുജാഹിദുകളെ ഇറങ്ങുമല്ലോ. ഇവിടെ പറഞ്ഞിട്ട് ഇയാൾ എന്ത് കാരണം, റിയാസലാഹി എന്ത് കാരണം, അയാൾ ഇസ്ലാം തന്നെ പുറത്താക്കണം എന്നൊരാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയത്തെ ഇവിടെ സമാപിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ രൂപത്തിലൊക്കെ വളരെ വ്യക്തമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം പൂർവികരായ മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞു പോകുന്നത് ഏറ്റുപറഞ്ഞതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഭിന്നമായി സക്കരിയ സ്വലാഹിക്കൊരു വാദമില്ല. അദ്ദേഹത്തെ ക്രൂശീകരിച്ച് അതിന്റെ മറവിൽ പ്രസ്ഥാനം പിടിച്ചടക്കി മുജാഹിദിനെ തമ്മിലടിപ്പിച്ച് യഥാർത്ഥത്തിൽ അവർക്ക് ഇവിടെ ഫോക്കസ് പ്രവർത്തനം നടത്തണം. അതിനുവേണ്ടി മാത്രമാണത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവികരായ പണ്ഡിതന്മാർ വ്യക്തമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയം 1971 ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറങ്ങിയ സൽസബീൽ ത്രൈമാസിക. ഈ സൽസബീലിന്റെ മാസികയില് 67ാമത്തെ പേജ് മുതൽ ഇങ്ങോട്ട് നിങ്ങൾ മനസ്സിലാക്കണം, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. ഇവിടെ ഒരു ചോദ്യം പയ്യോളി പ്രധാനപ്പെട്ട ഒരു സുന്നി മുസ്ലിയാർക്ക് കൊടുത്ത ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി താഴെ കൊടുക്കുന്നു. അതിനെപ്പറ്റി സൽസബീൽ അഭിപ്രായം എന്താണ്? മുസ്ലിങ്ങളെ രക്ഷിക്കണ, ബദരികളെ കാക്കണ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ആണെങ്കിൽ അത് ഖുർആനിന്റെയും സഹിയായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കാമോ? മുസ്ലിയാരുടെ മറുപടി, ബദരികളെ രക്ഷിക്കണ, മനുഷ്യരെ രക്ഷിക്കണ എന്നതിന് ഖുർആനിൽ തെളിവുന്ന എന്താ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് സൂറത്ത് ആൽ ഇംറാനിൽ ഈസാ നബി ഇപ്രകാരം പറയുന്നു, ആരാണ് എനിക്ക് സഹായിക്കുന്നവർ, ആരെങ്കിലും എന്നെ സഹായിക്കണേ. ഈ ആയത്തിന്മേൽ മൻ എന്ന് പറയുന്ന ഒരു പദമുണ്ട്, അത് മരിച്ചവരെയും അല്ലാത്തവരെയും ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്യാണ് ന്യായീകരിക്കുക. അതിന് കൃത്യമായി സൽസബിയില് നൽകിയ മറുപടി, അബ്ദുറഹ്മാൻ ഭാരത്ത് എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ട്രഷററായിക്കൊണ്ട് സഹോദരങ്ങളെ ഈ വേദിയിൽ ആദ്യമുണ്ടായിരുന്ന, പിന്നീട് ഇപ്പോഴുള്ള സംസ്ഥാന ഭാരവാഹിത്വം തന്നെയുള്ള അബ്ദുറഹ്മാൻ ഭാരത്ത് എന്ന പണ്ഡിതൻ അന്ന് വ്യക്തമായി സൽസബിയിൽ ഉമ്മർ മൗലവിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത മറുപടി വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. ഈ മറുപടിയിലുള്ളതിനെ പറ്റി അബ്ദുറഹ്മാൻ സലഫിയുടെ നമ്മുടെ ഉമ്മർ മൗലവി പറയുകയാണെന്ന്, ഈ മറുപടിയിലുള്ളത് സൽസബിയുടെ അഭിപ്രായം തന്നെയാകുന്നതാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ മറുപടിക്ക് ചോദ്യത്തിന് മറുപടി രൂപത്തിൽ തന്നെ മറുപടി കൊടുത്തു. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പറയാണ്, സുന്നി മുസ്ലിയാർ പറയുന്നു, ഇബ്നു സിന്നയും തബറാനിയും നിവേദനം ചെയ്തൊരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയും ആ സഹായം ആവശ്യമായി വരികയും ചെയ്താൽ, ഓ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണമെന്ന് പറയണം. നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്, അഥവാ യാ ഇബാദല്ലാഹി എന്ന് വിളിക്കണം. ഇതിനെ പറ്റിയാണ് ചോദ്യം. സൽസബീലാണ് കൊടുക്കുന്നത്. ഒരു ഇത്രയും കാലം പറഞ്ഞത് ഉമ്മർ മൗലവിക്ക് തിരിയാത്ത തൗഹീദിലേക്ക് തിരിഞ്ഞോന്ന്. ഉമ്മർ മൗലവിക്ക് തിരിഞ്ഞ തൗഹീദാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ ഉമ്മർ മൗലവിയുടെ പേരിലും ആ സൽസബീലിന്റെ പേരിലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ശിർക്ക് വെച്ച് കെട്ടി നിങ്ങൾ തൗഹീദിൽ മായം കലർത്തി 2012 പുതിയ തൗഹീദ് മുജാഹിദുകൾ വരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. കേട്ടോ, ഉത്തരം എന്താണ്?
ഗണ്ണനം. ഈ ഹദീസ് ദുർബലമാണെന്നതിൽ തർക്കമില്ല. സക്കരിയ സലാഹി പറഞ്ഞ മറുപടി, അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞ മറുപടി. കാരണം ഇതിന്റെ പരമ്പരയിൽ സയ്യിദ് ബിനു അലി എന്ന ആൾ ഉത്തുബയെ കണ്ടിട്ടില്ല, അതിനാൽ സലമ മുറിഞ്ഞിട്ടുണ്ട് എന്ന് നിമിത്തം. എന്നിട്ട് പിന്നീട് പറയാണെന്ത്, ഇത് സഹിയാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വിവാദ വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മുനീശ്വരനെ രക്ഷിക്കണമെന്ന് വിളിച്ചു തോന്നുന്നത് അനുവദനീയമാണെന്നാണല്ലോ, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിദൂര പ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയിക്കപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുനീശ്വരനെ വിളിച്ച് എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അഥവാ ഹാജർ അലി അല്ലാഹുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിയാർ ന്യായീകരിച്ചതൊക്കെ ഗണ്ണനം കൊടുക്കുകയാണ്. ഹാജർ അലി അല്ലാഹുവല്ല ശബ്ദം കേട്ടിടത്താണ് വെള്ളം ചോദിച്ചത്, സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇവിടെ ജനങ്ങളുള്ളിടത്ത് മൊയ്തീൻ ഷെയ്ഖിനെ നമ്മൾ വിളിച്ചു കയറുമ്പോൾ ആ മൊയ്തീൻ ഷെയ്ഖ് എന്ത് വെളിച്ചമാണ് നിങ്ങൾക്ക് തരുന്നത്? കാരണം മരണപ്പെട്ടു പോയ മൊയ്തീൻ ഷെയ്ഖ് കേൾക്കില്ല, കാണില്ല, ഒരിക്കലും തന്നെ സഹായിക്കാനും കഴിയില്ല. ഈ ഹദീസിൽ നിന്നും യഥാർത്ഥത്തിൽ ലഭ്യമാകുന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട് പറയാനുണ്ട്. സഹായിയാക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് ലാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലുള്ള ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മുഅ്മിൻ ശേഖ് എന്ന് രക്ഷിക്കണമെന്ന് വിളിച്ചു കയറിയാൽ അവന് സഹായിക്കാൻ ആരും എത്തുകയില്ല എന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. ഒരു സിറ്റിയിലെയും പേരെടുത്ത് പറഞ്ഞ് തേടുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല. അപ്പോ യായ്മാനല്ല അയ്യനോന് എന്ന ഹദീസിൽ ശിർക്കില്ല എന്ന് ഒരു യഥാർത്ഥം തർക്കത്തിലേക്ക് ഇസ്തിഹാസക തെളിവല്ല എന്ന് സൽസബിയിൽ 1971 എഴുതി. അത് സെക്രട്ടറിന് ഉമ്മർ പോലൊരു സൽസബിയിൽ അഭിപ്രായമാണെന്ന് പറഞ്ഞു. ഇന്നും ജീവിച്ചിരിക്കുന്ന അബ്ദുറഹ്മാൻ പാലത്ത് ഈ വ്യക്തമായി ലേഖനം എഴുതിയ വ്യക്തികളുണ്ട്. ഇനി നിങ്ങൾ ആരെ കൂട്ടുപിടിക്കുക? അപ്പൊ യായ്മാനല്ല എന്ന അയ്യനോനി എന്ന ഹദീസ് ഖുബൂറുകൾ ശിർക്ക് ചെയ്യാൻ തെളിവാക്കിയപ്പോൾ അന്ന് ഒരിക്കൽ മദീനത്തുള്ളിൽ പഠിച്ചൊരു കുട്ടി മറുപടി പറഞ്ഞു. അതെന്താ, ഈ ഹദീസ് കൈകാര്യം ചെയ്ത മുസ്ലിയാക്കന്മാർക്ക് മറുപടി പറയാൻ ഒരു കുട്ടി മതി അറബിക്കോളയത്തെ. ഇപ്പൊ വലിയ ആളുകളല്ല അവർക്ക് ഇത് തിരിയാതെ പോയോ? നിങ്ങളുടെ നിലവാരം എവിടെ എത്തി? നിങ്ങൾ ഉമ്മറുകളുടെ പേരിൽ നടത്തിയ കളവുകളും കപടമുഖങ്ങളും ഇവരെല്ലാം തോൽപ്പിക്കൊണ്ട് പൊളിഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 54 ഇവിടെ അഹ്ലുസുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ച ഇന്നോ നമ്മുടെ ഒറ്റ സഹാനത്തും കാമ്യങ്ങളും തപത്താനങ്ങളും വിമാനങ്ങളും നിഷേധിക്കാത്തൊരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ചു എന്നും സിഹ്റിന് ഹഖീഖത്തുണ്ടെന്നും അത് ഫലിക്കുമെന്നും. അത് ഖുർആനിനെതിരല്ല, ബുദ്ധിക്കെതിരല്ല. ഇവിടെ നിന്ന് നസാഫ് മലിവല്ലയും നിഷേധിച്ചു. ആ നിഷേധിക്കുന്ന അലിമിസിയാറുടെ വാക്ക് നിങ്ങൾ കേൾക്കണം. അതിന് അവരുടെ തട്ടകത്തിൽ തന്നെ പ്രഗത്ഭ പണ്ഡിതനായ റഊഫ് മദനി ശക്തമായ മറുപടി കൊടുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഒന്ന് കേട്ടോളൂ. അത് ഖുർആനിനെതിരാണ്. സൂറത്തു ഇസ്രായിലെ 47-48 വചനങ്ങൾക്കെതിരാണത്. സൂറത്ത് ഫുർഖാനിലെ 8-9 ആയത്തുകൾക്കെതിരാണത് ആ ഹദീസ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഖുർആനിനെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ അറിയോ? ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബിൽ അഅ്ലാ. ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഇരുന്ന് ആലോചിച്ച് നോക്കൂ. സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആന് നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ 3 സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത. ഒന്ന്, ഇമാം ബുഖാരി മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം, രണ്ടും കൂടി പറയാൻ ബുദ്ധിമുട്ടാ. ബുഖാരി മനഃപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാ, അല്ലേ? ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആന് നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവരാ. അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത്, അല്ലേ? മനഃപൂർവ്വം ഖുർആന് ധിക്കാരമാകുന്ന, ഖുർആനെതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടയില്ല. ആ ഹദീസല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യതയില്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരമില്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് ഈ സമയം മതിയാവില്ല.
അദ്ദേഹം 23 വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു. ശിഷ്യന്മാരുണ്ടായി, മുഹദ്ദിസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത്. വേറെ പല ഗുരുനാഥന്മാരുടെയും ഹദീസ് പഠിച്ചവരാ ബുഖാരിയിൽ നിന്ന് പ്രാവീണ്യം നേടാൻ വന്നവര്. ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആനെതിരായ ഒരു ഹദീസ് ഒരു കണ്ടില്ല. അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനെതിരാന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്തെന്ന് അവർക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ, അതിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് നിരക്കാത്താണ് ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞ ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയാ, അത് അക്കാലത്ത് പറഞ്ഞാൽ മറുപടിയും കൊടുത്തു. ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. അത് ഖുർആനിനെതിരാണ്. സൂറത്തു ഇസ്രായിലെ 47-48 വചനങ്ങൾക്കെതിരാണത്. സൂറത്തു ഫുർഖാനിലെ 8-9 ആയത്തുകൾക്കെതിരാണത് ആ ഹദീസ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഖുർആനിനെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തെ ദീനിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്കും നയിച്ച ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ, തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്തുണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പടച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ. ഇതൊരു അലമാരിയിലിരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആന് നിരക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട്. അത് ഖുർആനിനെതിരാണ്. സൂറത്തു ഇസ്രായിലെ 47-48 വചനങ്ങൾക്കെതിരാണത്. സൂറത്തു ഫുർഖാനിലെ 8-9 ആയത്തുകൾക്കെതിരാണത് ആ ഹദീസ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഖുർആനിനെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരൊരു അപേക്ഷയുണ്ട്. ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്തു വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രയത് പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ മടവൂരി എന്ന പേര് മാറ്റി ചേകന്നൂരികൾ എന്നാക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ സാക്ഷാൽ ചേകന്നൂരിസത്തിന്റെ ഉമ്മറപ്പടിയിലാണ്. നിങ്ങൾ മുജാഹിദ് സ്ഥാനത്തിലേക്ക് കയറി വന്നിട്ട് ജിന്നൂരികൾ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ വരാത്താണ്. ഇപ്പൊ അവരൊക്കെ ഒഴിഞ്ഞു നമുക്ക് ഒന്നിക്കാന്ന് പറഞ്ഞിട്ട് വരാൻ നിൽക്കല്ലേ? നിങ്ങൾ പക്കാ നിഷേധികളാണ്. അതുകൊണ്ട് ഹുസൈൻ സലഫി മുജാഹിദ് സ്ഥാനത്തിന്റെ പ്രഗത്ഭ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹം പറയട്ടെ മുജാഹിദ് സ്ഥാനത്തിന്റെ വിഷയത്തിൽ നിലപാട് എന്താണെന്ന് കേട്ടോളൂ. മലയാളത്തിലൊന്ന് എഴുതിയത് നോക്കിക്കൂടെ? എന്താണ് 6-7 കൊല്ലം ആയിട്ടുള്ളൂ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ട്? അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ട് 6-7 കൊല്ലമേ ആയിട്ടുള്ളൂ സുഹൃത്തുക്കളെ. എന്താണതിൽ കൃത്യമായി എഴുതിയത്? സിഹിർ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അതിലൊരു ഭാഗം പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ കാണാം, അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹിറിന്റെയോ സിഹിർ ചെയ്യുന്നവന്റെയോ സ്വന്തം കഴിവുകൊണ്ടല്ല, സിഹിറിനെ ഒരു ഉപദ്രവ കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചതുകൊണ്ടാണ് ഭാര്യാഭർത്താക്കൾക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആനദാ വയതഅല്ലമൂന ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി വമാ ഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് എന്ന് വിശദീകരിക്കുന്ന ആയത്തിന്റെ തഫ്സീറിൽ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, ഭാര്യാഭർത്താക്കൾക്കിടയിൽ ഈ പിണക്കം എങ്ങനെയാണ് സിഹിർ മുഖേന ഉണ്ടാകുന്നത്? അത് സാഹിറന്മാരുടെ സ്വന്തം കഴിവാണോ? അവരിലുള്ള വല്ല അഭൗതികമായ ശക്തിയും കൊണ്ടാണോ? അല്ല. ഇവിടെ ഏതൊരു മനുഷ്യനും ഒരു ഉപദ്രവം വരുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ളവരെ കാരണം നിശ്ചയിക്കുന്നുണ്ട്. ഒരുത്തനെ വാളെടുത്തുകൊണ്ട് വെട്ടിയാൽ മുറിയും എന്നത് അള്ള നിശ്ചയിച്ച കാര്യകാരണ ബന്ധത്തിലൂടെ നടക്കുന്നു. ഇതേപോലെ അള്ള നിശ്ചയിച്ചിട്ടുള്ള ഒരു കാരണമാണ് സിഹിറിനെ ഒരു ഉപദ്രവ കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഭാര്യാഭർത്താക്കൾക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാകുന്നത്.
എന്ന് സാരം എന്ന അമാനി മൗലവി കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, എത്ര കാലമായി ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ട്, എത്ര കാലമായി അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനം വരെ വായിക്കാത്ത മുജാഹിദുകളാ, അതുവരെ പഠിച്ചിട്ടില്ലാത്ത മുജാഹിദുകളാ, എന്നിട്ടാണ് നിഷേധിക്കാൻ നടക്കുന്നത്. ഇങ്ങനെ ആർക്കൊക്കെ എത്ര സ്വഭാവങ്ങൾ ആളുകൾ മുമ്പിൽ പറയുന്നുണ്ട്. ഏയ് സിഹറോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ച് എന്നൊക്കെ പറഞ്ഞ് മിമ്പറിൽ വെച്ച് വെല്ലുവിളിക്കുന്ന മൗലവിമാരോ. പരിശോധിക്കുക നമ്മുടെ ആദർശം എന്താണെന്ന്, എന്താണ് നമ്മൾ സമൂഹത്തോട് പറയുന്നതെന്ന്. ഉള്ളത് പറയുക, ഇല്ലാത്തത് പറയണ്ട. ഉള്ളത് തന്നെ എമ്പാടും പറയാനുണ്ടല്ലോ. ഇതിനെതിരെ ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലോ, ആരെങ്കിലും ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധമില്ലാത്തത് കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലോ നിർബന്ധമായും തിരുത്തണം. അതാ മുജാഹിദുകളുടെ നയം. മുജാഹിദുകൾക്ക് ഇതിൽ പോരാത്തരൊന്നുമില്ല. ഒരബദ്ധം പറ്റിയ എന്റെ അടുത്ത് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. സത്യം മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തിരുത്തുക. അതാണ് സഹോദരന്മാരെ. പിന്നെ ഇയാൾ പറഞ്ഞല്ലോ എന്ത്, മുഅ്മിനും ബിസ്സിഹർ സ്വർഗത്തിൽ പ്രവേശിക്കൂലാന്ന് ഹദീസിലുണ്ട്. സിഹറിൽ വിശ്വസിക്കുന്നവൻ, കുറെ ആൾക്കാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുറെ ഈ ഭാഗം ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഒന്ന് മുദ്മിനുൽ ഖംർ, സ്ഥിരമായി മദ്യപിക്കുന്നവൻ, മുഴുക്കുടിയൻ, സ്വർഗത്തിൽ പ്രവേശിക്കൂല. പിന്നെ പറയുന്നത് ഖാത്തിഉ റഹ്മ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ. അതിലൊരു ഭാഗത്ത് കാണുന്നു മുഅ്മിനുൻ ബിസ്സിഹർ, സിഹിറിൽ വിശ്വസിക്കുന്നവൻ. എന്താ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത്? സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, അത് ഫലിക്കും എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്ത് കിടക്കൂലാണ്. അപ്പൊ പിന്നെ സിഹിറിൽ വിശ്വസിക്കുന്നവൻ എന്ന വാചകം കൊണ്ട് ഉദ്ദേശം എന്താ? സിഹിറുണ്ടെന്നോ സിഹിർ ഫലിക്കൂല എന്ന് പറയലല്ല. സാഹിറന്മാര് പറയുന്നത് കേട്ട് വിശ്വസിക്കുക, അവരോട് കാര്യങ്ങൾ പോയിട്ട് പറയാ, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കുക, അവര് പറഞ്ഞത് വിശ്വസിക്കുക. ആ രൂപത്തിലൊക്കെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അതിന്റെ പിന്നാലെ കൂടി നടപടികൾ എടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അത് പാടില്ല. ഇസ്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിച്ചിരുന്നൊരു യാഥാർത്ഥ്യം. ഈ ഒരു സ്വഭാവത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ കേരളത്തിൽ മൂവർ സംഘം ഊരുചുറ്റുന്നത്. അഥവാ അബ്ദുറഹ്മാൻ സലഫി സലാസുല്ലമി പറഞ്ഞ അതേ പിഴച്ച വാദങ്ങൾ ഏറ്റുപറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിയമപാലകർ നമുക്ക് അനുവദിച്ച സമയത്തിൽ നിന്നുകൊണ്ട് 10-14 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. സഹോദരങ്ങൾ, ഈ അബ്ദുറഹ്മാൻ സലഫി ഇപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ എത്തിച്ചിരിക്കുന്നത് സാക്ഷാൽ ഖുർആൻ തിരുമറിയിലേക്കാണ്. അഥവാ ഇസ്ലാമിലെ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ച റുഖിയ ശറയ്യ എന്ന കൃത്യമായ ആത്മീയ ചികിത്സ, ആ ചികിത്സയുടെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങൾ, തട്ടിപ്പുകൾ നമ്മൾ എതിർക്കണം. ഇവിടെ അതെല്ലാം വിട്ടുകേൾപ്പിച്ച് മുജാഹിദുകളുടെ അക്കൗണ്ടിൽ വരവെച്ച് അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, തെറ്റിദ്ധരിപ്പിച്ചല്ലോ. അതെല്ലാം നമ്മൾ നിഷേധിക്കുന്നു, തള്ളിക്കളയുന്നു. അത് തെറ്റാണ്. എന്നാൽ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് സലഫ് സാലികളുടെ പാത അനുസരിച്ച് വിശദീകരിച്ചെന്ന ആ ആത്മീയ ചികിത്സാ രീതി നമ്മൾ പഠിക്കണം, അത് പഠിപ്പിച്ചു കൊടുക്കണം. സിഹർ ബാധിച്ചവർക്ക്, കണ്ണീർ ബാധിച്ചവർക്ക് മോചനം നൽകണം. അവരെ കുഫറിലേക്കും ഷിർക്കിലേക്കും പാതിരിമാര്, പുരോഹിതന്മാര്, പണിക്കന്മാർ, സാഹിറന്മാരുടെ അടുക്കിലേക്ക് വിടരുത്. അങ്ങനെ പോകുന്നതിൽ തടയാനാണ് സത്യത്തിൽ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഈ ടീം റുഖിയ ശറയ്യ എന്ന പുസ്തകം ജമിയത്തുൽമയുടെ പേരിൽ ഇവരടിച്ചിറക്കി. ജമിയത്തുൽമയുടെ പേരിൽ അടിച്ചിറക്കി. അതിൽ 3-ാമത്തെ സൂറത്ത് ആൽ ഇംറാൻ 175-ാമത്തെ ആയത്ത്. ആ ആയത്തിന് നാം ഇബ്നു കസീർ നൽകിയ തഫ്സീറിൽ ഇവർ തിരുമറി നടത്തി. എന്താണ്? പിശാചിന്റെ മിത്രങ്ങളെ നിങ്ങൾ ഭയപ്പെടാതെ പിശാചിനെ ഭയപ്പെടുക, അല്ലെങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞിടത്ത് പിശാചിന്റെ മിത്രങ്ങളെ എന്ന് മാറ്റിയിട്ട് പിശാചിനെ നാക്കി. അല്ല പറയാത്തൊരർത്ഥം, തഫ്സീറിൽ വലിയമാര് പറയാത്തൊരർത്ഥം ഇവർ കൊടുത്തു. എന്നിട്ട് അതിലെ ഒരു ശാഖാപരമായ കാര്യം ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞ പോലെ അനീഫാക്കർ ന്യായീകരിച്ചിട്ട് പറയുകയാണെന്ത്, അതൊരു അബദ്ധമാണ്, സൂക്ഷ്മതക്കുറവാണ്. ആധികാരികമായി പ്രാമാണികമായിട്ട് യഥാർത്ഥത്തിൽ ഒരു അബദ്ധം വന്നിട്ടില്ല. ഖുർആനിക അല്ലാത്ത അർത്ഥം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാം. എന്നിട്ട് മുമ്പിൽ ഒന്ന് അതൊന്ന് കെട്ടിത്തിരിഞ്ഞൊന്ന് കേട്ടോളൂ. കേരള ജമിയത്തുൽ ഉലമ പുറത്തിറക്കിയ പുസ്തകം ഇതാണ്. ഈ പുസ്തകത്തിന്റെ കവർ പേജിൽ തന്നെ ഇത് പ്രസിദ്ധീകരിച്ചതാരാണ്? കേരള ജമിയത്തുൽ ഉലമയാണെന്നുണ്ട്. ഇതിന്റെ പുറകിലും ഇത് പ്രസിദ്ധീകരിച്ചത് കേരള ജമിയത്തുൽ ഉലമയാണെന്നുണ്ട്. ഇതിന് ആമുഖം എഴുതിയത് കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ എം മുഹമ്മദ് മദനി ആ പദവി വെച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിലെ അബദ്ധങ്ങളില്ലേ എന്നാ? ഇതില് പറയത്തക്ക ആദർശപരമായ അബദ്ധങ്ങൾ ഒന്നും തന്നെയില്ല. ഒരു സൂക്ഷ്മതക്കുറവ് ഈ പുസ്തകത്തിൽ വന്നത് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ ഒരു തഫ്സീറിന്റെ അർത്ഥം കൊടുക്കുന്നിടത്ത്
പിശാചിന്റെ മിത്രങ്ങൾ എന്ന് പറയേണ്ടിടത്ത് പിശാചുക്കൾ എന്ന് എഴുതി പോയിട്ടുണ്ട്. തിരുത്തേണ്ട ഒരബദ്ധം എന്ന് പറയുന്നത് ഈ പിശാചുക്കൾ എന്നത് പിശാചിന്റെ മിത്രങ്ങൾ എന്നാക്കണം എന്നതല്ലാതെ വേറെ ഒരു തെറ്റും ഈ പുസ്തകത്തിൽ ഇല്ല. തിരുത്തേണ്ട ഒരബദ്ധം എന്ന് പറയുന്നത് ഈ പിശാചുക്കൾ എന്നത് പിശാചിന്റെ മിത്രങ്ങൾ എന്നാക്കണം എന്നതല്ലാതെ വേറെ ഒരു തെറ്റും ഈ പുസ്തകത്തിൽ ഇല്ല. പിശാചിന്റെ മിത്രങ്ങൾ എന്ന് എഴുതേണ്ടിടത്ത് പിശാചുക്കൾ എന്ന് എഴുതി പോയിട്ടുണ്ട്. വേണമെങ്കിൽ അതും ന്യായീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ജമിയത്തുൽ ഉലമക്ക് അത് ന്യായീകരിക്കേണ്ട ആവശ്യം. യഥാർത്ഥ ജമിയത്തുൽ ഉലമക്ക് അങ്ങനെ അർത്ഥം തിരുത്തി ഒരു പുസ്തകം പിന്തുടരേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് യഥാർത്ഥ ജമിയത്തുൽ ഉലമ എല്ലാ ആധികാരിക ബന്ധന്മാരല്ല എഴുതിയത് എന്നതിന്റെ വലിയ തെളിവാണത്. സത്യത്തിൽ സഹോദരങ്ങൾ, ആ ജമിയത്തുൽ ഉലമയിൽ ഇവര് ലെറ്റർ ബോർഡ് സീൽ ഉപയോഗിച്ച് അധികാരം കരസ്ഥാക്കി. യഥാർത്ഥ പണ്ഡിതന്മാർ അതിന് തിരുത്താൻ പറഞ്ഞത് സ്വീകരിച്ചില്ല, ചേർക്കാൻ പറഞ്ഞതോ സ്വീകരിച്ചില്ല. അവര് ഒപ്പിട്ട് കൊടുത്ത കത്തിനെ നിഷേധിക്കുകയും ചെയ്തു, അല്ലേ? എന്നാൽ ഇത് പ്രിന്റ് മിസ്റ്റേക്കാണ്, പുതിയ പുസ്തകം ഇറക്കിയപ്പോൾ ഒന്നനാണെന്നൊക്കെ പറഞ്ഞു. സുലൈമാൻ സഖാഫി മാളിയേക്കല് ഖുർആന്റെ അർത്ഥം തിരുത്തിയപ്പോൾ നമ്മൾ വിട്ടോ? എത്ര ഗൗരവത്തോടുകൂടി എത്ര പ്രാധാന്യത്തോടെ നമ്മൾ പിടിച്ചത് എങ്കിൽ ഇതിനെങ്ങനെ ലാഘവൽക്കരിക്കുക? എന്നാ പ്രിയപ്പെട്ടവരെ, ഇത് മനഃപൂർവ്വമല്ല, ബോധപൂർവമാണ്. എന്താ? അബ്ദുറഹ്മാൻ സലഫി 2009 ഇബ്നു കസീറിന്റെ അർത്ഥത്തിലല്ല, ആയത്തിന്റെ അർത്ഥത്തിൽ തന്നെ മനഃപൂർവ്വം തിരുത്തി. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 175 2009 ഇയാൾ പ്രസംഗിച്ചപ്പോ അല്ലാഹു തആല പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ മിത്രങ്ങളായ ജൂതന്മാരും മുനാഫിക്കുകളെയും ഭയപ്പെടാനോ എന്നെ ഭയപ്പെടും. അതിന് പകരം ഇയാൾ എന്ത് ചെയ്തു? ആ ജൂതന്മാരും മുനാഫിക്കുകൾ എന്ന് പറഞ്ഞ അവരെ എന്ന് മാറ്റി പിശാചിനെ ഭയപ്പെടാനോ എന്നെ ഭയപ്പെടുന്ന അർത്ഥം മാറ്റി. കേട്ടോളൂ നിങ്ങൾ. യുഹവ്വിഫു ഔലിയാഅഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഫലാ തഖാഫൂഹും വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും. സൂറത്ത് ആലു ഇംറാനിലെ 175-ാമത്തെ വചനം. പിശാച് മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു തആല പറയാത്തൊരാശയം പറഞ്ഞു. ഇത് എവിടെ നിന്നാണ് വന്നതെന്നറിയോ? കേരളത്തിൽ ആദ്യം ഈ ആയത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ കടവത്തൂരിൽ വെച്ച് കെ സക്കരിയ സലാഹി പിടികൂടി മറുപടി കൊടുത്തിട്ടുണ്ട്. സലാം സല്ലമ എന്ന ഹദീസ് നിഷേധി. അദ്ദേഹം ഈ വിഷയത്തെ നിഷേധിക്കാൻ വേണ്ടി ഈ ആയത്ത് ആദ്യമായി ഉദ്ധരിച്ച് ഇത് പഠിച്ചോളി മുജാഹിദുകളെ പോലെ എല്ലാ വാദം പൊളിക്കാം. അപ്പൊ ഇയാളാണ് ഇതിന്റെ അപ്പോസ്തലൻ. അതുകൊണ്ട് വ്യക്തമായി നിങ്ങൾ രണ്ടാളുടെ നിറം മനസ്സിലാക്കാൻ സലാസില്ലമി പറയുന്നത് അബ്ദുറഹ്മാൻ പറയുന്നത് ഒരേ ആയത്താണ് 65. ഒന്നിട്ടൊടുക്കും. സൂറത്ത് ആൽ ഇംറാൻ 175-ാമത്തെ ആയത്ത് അങ്ങനെ തന്നെ പഠിച്ചേക്കി. ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും. സൂറത്ത് ആലു ഇംറാനിലെ 175-ാമത്തെ വചനം. പിശാച് മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. സൂറത്ത് ആൽ ഇംറാൻ 175-ാമത്തെ ആയത്ത് അങ്ങനെ തന്നെ പഠിച്ചേക്കി. രണ്ട് ആയത്തുകൾ പഠിച്ചാൽ മതി, അത് വിശദീകരിക്കുന്നുണ്ട്. ജിന്നിനും ശൈത്താനെയും കുറിച്ചുള്ള എല്ലാ അകാരണ പേടികൾക്കും നീങ്ങും. 2 ആയത്ത്. ഒന്ന് ആൽ ഇംറാനിലെ 175-ാമത്തെ ആയത്ത്, മറ്റേ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഡോക്ടർ ഒറ്റ ആയത്ത് മതി നമുക്ക് ഇതെല്ലാം കുളിച്ചാല്. സഹോദരങ്ങളെ, അപ്പോ ഇതിന് വ്യക്തമായി കെ സക്കരിയ സലാഹി ഈ കടവത്തൂരിൽ വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിലുള്ള മറുപടിയിലൂടെയാണ് ഇവരുടെ നിഷേധവും ഖുർആൻ തിരുമറി നമ്മൾ അറിയിച്ചത്. എന്നാൽ അതിലേക്ക് ഇപ്പോൾ ഇയാൾ പോയിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം പരാമർശിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ സംഘടനയുടെ പേരിലായതുകൊണ്ട് ഖുർആൻ തിരുമറിയായാലും ഹദീസ് നിശ്ചയമായാലും വേണ്ടില്ല, സംഘടന പറയുന്നത് അംഗീകരിക്കണം എന്നൊരു ധാരണ നമ്മുടെ ആളുകൾക്കിടയിൽ വല്ലാതെ വന്നിട്ടുണ്ട്. സംഘടന പറയുന്നത് എപ്പോഴാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്? എം അക്ബർ സാഹിബ് വ്യക്തമായ കാര്യം പറയുന്നത് കേട്ടിട്ട് ഹുസൈൻ സൽഫിയുടെ പ്രഭാഷണത്തോട് നമുക്ക് അവസാനിപ്പിക്കാം. വ്യക്തമായി നിങ്ങൾ 70-ാമത്തെ ക്ലിപ്പ് വന്നിട്ടുള്ളത്. നദവത്തുൽ മുജാഹിദീൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ്? ഖുർആനും സുന്നത്തും അനുസരിച്ചവർ പറയുന്നിടത്തോളം കാലമാണ്. നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആനിനും സുന്നത്തിനും എതിരെ ഒരു കാര്യം പറഞ്ഞാൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക, അവരോട് നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക. ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വിധേയമായി തമ്മിൽ തർക്കിക്കാനല്ല.
മറിച്ചൊരു ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ നയിക്കാനും ആ ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനും പാട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും പിഴവുകൾ ഉണ്ടായത്. ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമല്ല, ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബിമാരുടെ കാലം കഴിഞ്ഞ ശേഷം ഒരുപാട് വ്യതിയാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായ വ്യതിയാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഖുർആനിനെയും സുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റിവെച്ച് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച അപകടങ്ങൾ അവർ തന്നെ ഇന്ന് തിരിച്ചറിയുന്നു. നാം പറയുന്നത് ആ അപകടങ്ങൾക്ക് കാരണം ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തതാണ് എന്നാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾക്ക് അപകടം പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നാണ് എല്ലാവരോടും നമുക്ക് ഉപദേശിക്കുക. നമ്മള് അവസാനത്തെ ഒരു ക്ലിപ്പോട് കൂടി പരിപാടി അവസാനിപ്പിക്കാൻ. ഹുസൈൻ സലഫി ഇത്തരത്തിലുള്ള ഖുർആൻ തിരുമറി വീരന്മാർക്ക് ശക്തമായി നൽകിപ്പോന്ന മറുപടി ഇന്ന് ഇവരിലേക്ക് പോയി തിരിച്ചടിക്കുന്നു. കൃത്യമായി 72. അതുകൂടെ കേട്ട് നിങ്ങൾ അവസാനിപ്പിക്കൂ സഹോദരങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെ ചെയ്യുന്ന അട്ടിമറികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ നേരെ ഒരു കാലഘട്ടത്തിലും ഒരാൾക്കും ധൈര്യം വരാത്ത സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതറിയാതെ പോകരുത്, കാണാതെ പോകരുത്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അതിന് നാം കാക്കുന്നതാണ്, അതിന് നാം തന്നെ സംരക്ഷിക്കുന്നതാണ്. അത് ഖിയാമത്ത് നാൾ വരെ അതിന്റെ വള്ളിപുള്ളി വ്യത്യാസം വരുത്താൻ ഒരാൾക്കും കഴിയാതെ സംരക്ഷിക്കും. ഏതെങ്കിലും കേമന്മാര്, കൊമ്പന്മാര്, വമ്പന്മാര് അതിലെന്തെങ്കിലും തെറ്റുകൾ വരുത്താൻ തയ്യാറായാൽ ഉടനടി കണ്ടുപിടിക്കാൻ ഈ ലോകത്തെ റബ്ബുൽ ആലമീൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. യുഹവ്വിഫു ഔലിയാഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഫലാ തഖാഫൂഹും വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹം പിൻവലിക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നിങ്ങൾക്ക് റബ്ബിന്റെ കിതാബിനോട് സ്നേഹമുണ്ടോ? അല്ലാഹുവിന്റെ വചനത്തിനോട് സ്നേഹമുണ്ടോ? എങ്കിൽ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തമെന്നുദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ ഈമാനുള്ള ഉമ്മമാരുള്ളേ, പെങ്ങന്മാരില്ലേ, സുഹൃത്തുക്കളില്ലേ, നിങ്ങൾ ഇറങ്ങണം. നാളെ മുതൽ ഇത്തരത്തിലുള്ള ആദർശവൈരികളെ പിടിച്ചുകെട്ടാൻ നമ്മുടെ കയ്യിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. നേരത്തെ ജിഹാദിനെ കുറിച്ചുള്ള വിഷയം പറഞ്ഞപ്പോ എന്റെ സുഹൃത്തോദിയില്ലേ, ഫജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ഇവരോട് ഏറ്റവും വലിയ യുദ്ധം നടത്തിക്കോ നബിയേ എന്ന് പറയുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളന്മാരെ തൊണ്ടി സഹിതം പിടികൂടാനാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നടക്കുന്നത്. ഇവിടെ മടവൂർ വിഭാഗവും കേരളമെന്ന ലേബൽ ഉപയോഗിച്ച് പ്രസ്ഥാനത്തെ പുലർത്താനും പുതിയൊരു കോക്കസ് ഉണ്ടാക്കുവാനും വേണ്ടി രംഗത്ത് വന്നവരും അനവധി വിഷയങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. പ്രാധാന്യം എന്ന് തോന്നിയതൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും പലതും നമുക്ക് പറയേണ്ടി വരും. ഇത് കടമത്തൂരിന്റെ ചരിത്രത്തില് പുത്തരിയുള്ള കാര്യമല്ല. ഏതെങ്കിലും തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് സ്വാധീനം ചെലുത്തിക്കൊണ്ടോ ഇത്തരത്തിലുള്ള പരിപാടികൾ മുടക്കുവാൻ ആദർശവരികൾ ശ്രമിച്ചാലും അള്ളാഹുവിന് തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും ഇത് നിലനിൽക്കും. നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ നല്ല രൂപത്തിൽ ആശയ പിന്നെ പ്രബോധനങ്ങൾ ഈ നിയമത്തിന്റെ പിൻബലത്തിൽ നിന്ന് നമുക്കത് നടത്തണം. ഇവിടെ ഈ പരിപാടിക്ക് കൃത്യമായി നമുക്ക് പെർമിഷൻ അനുവദിച്ച പോലീസ് മേധാവികളോടും അതിനുവേണ്ടി കൃത്യമായി നമുക്ക് സഹകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരോടും പ്രത്യേകമായി തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് അത്യന്തം ഇതിനു വേണ്ടി സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുപ്രചരണങ്ങളെ തിരിച്ചറിഞ്ഞ് ഹക്കിന്റെ മാർഗം ഉൾക്കൊള്ളണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ربنا تقبل منا انك انت السميع العليم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.